പ്രതിഭ എംഎൽഎയുടെ മകൻ ഉൾപ്പെട്ട കഞ്ചാവ് കേസ് പൊതുവേദിയിൽ നിസ്സാരവൽക്കരിച്ച് മന്ത്രി സജി ചെറിയാൻ. കുട്ടികളല്ലേ കൂട്ടുകൂടി വലിച്ചു കാണും, അത് ഇത്ര വലിയ കാര്യമാണോ എന്നായിരുന്നു ചോദ്യം. കായംകുളത്ത് CPM നേതാവ് S വാസുദേവൻ പിള്ള അനുസ്മരണത്തിൽ പ്രതിഭ എംഎൽഎയെ വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നു മന്ത്രിയുടെ വിവാദ പരാമർശമുണ്ടായത്. ലഹരിക്കെതിരായ പോരാട്ടം മുഖമുദ്രയായി പ്രഖ്യാപിച്ച ഇടത് സർക്കാരിലെ സാംസ്കാരിക മന്ത്രിയുടെ വാക്കുകളാണിത്. പ്രതിഭ എംഎൽഎയുടെ മകൻ കനിവിനെ കഞ്ചാവ് കേസിൽ എക്സൈസ് പിടികൂടിയത് വലിയ കാര്യമല്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. കുട്ടനാട് എക്സൈസ് സ്ക്വാഡാണ് തകഴിപ്പാലത്തിനടിയിൽ നിന്ന് എംഎൽഎയുടെ മകനെ കഞ്ചാവുമായി പിടികൂടിയത്. കേസ് സംബന്ധിച്ച് എക്സൈസിന്റെ ഔദ്യോഗിക രേഖയും പുറത്തുവന്നു. അതിനുശേഷമാണ് ആരാണ്ട് വന്ന് പിടിച്ചുവെന്ന് പറഞ്ഞ് മന്ത്രി സംഭവത്തെ നിസ്സാരവൽക്കരിച്ചത്. പുകവലിയൊന്നും വലിയ കാര്യമല്ലെന്നും താൻ പുകവലിക്കാറുണ്ടെന്നും പറഞ്ഞ മന്ത്രി MD വാസുദേവൻ നായർ ബീഡി വലിക്കുന്നതും ഉദാഹരണമായി എടുത്തുകാട്ടി. ഞാൻ പണ്ട് ജയിലിൽ കിടന്ന് പഠിച്ചതാണ്. MD വാസു എന്നാൽ ബീഡി വലിക്കുമായിരുന്നു. കെട്ടുകണക്കിന് വേണ്ടി വലിക്കുന്ന സമയത്ത് അടുത്ത വലിക്കും. കഞ്ചാവ് വലിച്ചതിന് MLAയുടെ മകനെതിരെ എക്സൈസ് എടുത്ത കേസിനെയും മന്ത്രി ലഘൂകരിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട MLA പറ്റി പറഞ്ഞു. പ്രതിഭയുടെ മോൻ പോളിടെക്നിക് പഠിക്കുക, കുട്ടികൾ കൂട്ടുകൂടത്തില്ല, പുക വലിച്ച് FIR എഴുതി, ആയിക്കോട്ടെ, അതിന് ജാമ്യമില്ലാത്ത വകുപ്പ് നേടുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളല്ല, അവരാരെങ്കിലും വർത്താനം പറഞ്ഞ അവിടെ ഇരുന്നു. നമ്മളാരും പിന്നെ കുഞ്ഞുങ്ങളല്ല അതിലേക്ക് വന്നത്. ഈ ഇരിക്കുന്നവരല്ല ഓരോരുത്തരും അവർ കാണിച്ച പണിയെ കൂട്ടി വെച്ചാൽ എത്ര പുത്തം എഴുതാൻ പറ്റും? എന്തെല്ലാം കൊച്ചു കുട്ടികളല്ലേ, അവർ കമ്പനി അടിക്കും, വർത്താനം പറഞ്ഞ് ചിലപ്പം ഒരു പുക വലിച്ച അതിനെന്താ വലിച്ച ശരിയാണെന്നല്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ്, അത് വേറെ ഉപേക്ഷിക്കാം. വലിയൊരു മഹാപരാധമാണ്. കായംകുളത്ത് CPM നേതാവ് S വാസുദേവൻ പിള്ള അനുസ്മരണത്തിൽ പ്രതിഭ MLA വേദിയിലിരുത്തിയാണ് മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രസംഗം. കഞ്ചാവ് വലിച്ചതിനെയും പുകവലിയെയും ന്യായീകരിച്ചുള്ള മന്ത്രിയുടെ പ്രസംഗത്തിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നിട്ടുള്ളത്. ജനം, ആലപ്പുഴ. ഈ പ്രശ്നം ഒരിക്കൽ കൂടി ന്യായീകരിച്ചുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. വാർത്തയുടെ വിവരങ്ങളുമായി നിഷ ചേരുന്നുണ്ട്. നിഷ, അങ്ങേയറ്റം വിമർശനം ഏറ്റുവാങ്ങിയിട്ടും അതേ നിലപാട് തന്നെ ആവർത്തിച്ചിരിക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പങ്കുവച്ച വാക്കുകൾ എന്താണ്? നീലിമ, അത് തന്നെയാണ്. അതായത് താൻ പറഞ്ഞ കാര്യങ്ങളെ വീണ്ടും ന്യായീകരിച്ചുകൊണ്ടാണ് മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം തന്റെ പ്രസംഗത്തെയും ഒപ്പം തന്നെ പ്രതിഭയുടെ മകനെയും ഒക്കെ ന്യായീകരിച്ച് രംഗത്തെത്തിയത്. CPM-കാർ ആരും ഈ ഒരു പ്രതിഭയ്ക്കെതിരെ വലിയ ഒരു ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത്. കാരണം ഒരു പ്രതിഭയുടെ മകന്റെ പേര് മാത്രമാണ് മാധ്യമങ്ങളടക്കമുള്ള ആളുകൾ കൊടുത്തത്. നവമാധ്യമങ്ങളടക്കം അത് ഇപ്പോഴും ആഘോഷിക്കുന്നു. പ്രതിഭയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യമാണ് നടന്നത്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ആളുകളുടെ ഒന്നും പേര് നൽകിയില്ല എന്നൊക്കെ സജി ചെറിയാൻ പറയുന്നുണ്ട്. പ്രതിഭയെ ചില മാധ്യമങ്ങൾ വേട്ടയാടുന്നു. പ്രതിഭയുടെ മകന്റെ കയ്യിൽ നിന്നും കഞ്ചാവ് പിടിച്ചിട്ടില്ല. ആ കാര്യം അവർ ലൈവിൽ വന്ന് പറഞ്ഞതാണ്. പക്ഷേ എക്സൈസ് കേസ് എടുത്തിരുന്നു. ആ ഔദ്യോഗികമായ രേഖകളൊക്കെ നൽകിയാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് എന്ന കാര്യം പറയുമ്പോഴും അദ്ദേഹം പറയുന്നത് പ്രതിഭയുടെ മകന്റെ കയ്യിൽ നിന്നും കഞ്ചാവ് പിടിച്ചു എന്ന് നിങ്ങൾ വാർത്ത കൊടുത്തു എന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രതിഭയെ ലക്ഷ്യം വെച്ച് വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, താൻ നടത്തിയ പ്രസംഗം ഒരു പൊതുവേദിയിലല്ല, ഒരു അനുസ്മരണ സമ്മേളനത്തിലാണ് താൻ ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തിയത്. താൻ തെറ്റായ സന്ദേശം നൽകിയിട്ടില്ല. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ചെറിയ അളവിൽ മാത്രമാണ് കഞ്ചാവ് പിടിച്ചത്. അത് കുട്ടികളെ ഉപദേശിച്ച് വിടുന്നതിന് പകരം എക്സൈസ് കേസ് എടുത്തു എന്ന് പറയുമ്പോൾ എക്സൈസ് വകുപ്പിനെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് മന്ത്രി ഇപ്പോഴും രംഗത്ത് വന്നിരിക്കുന്നത്. വലിച്ചു എന്നതിന് തെളിവില്ല. ഉപദേശിച്ച് നല്ല വഴിക്ക് നടത്തേണ്ടവർ കുട്ടികളെ ഇത്തരത്തിൽ കേസുകളിൽ പെടുത്തുന്നു എന്ന കാര്യവും. അതായത് നിഷ, ഇതിൽ ഏറ്റവും ഗുരുതരമായ മറ്റൊരു കാര്യം കൂടി വരികയാണ്. സർക്കാരിന്റെ വകുപ്പ് എടുത്ത ഒരു തീരുമാനത്തെ അട്ടിമറിക്കുന്ന രീതിയിൽ മന്ത്രി പറയുകയാണ്. അങ്ങനെ എക്സൈസ് അത്തരത്തിൽ ഈ കുട്ടിയെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടത്ര തെളിവുകൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് പരോക്ഷമായി മന്ത്രി സജി ചെറിയാൻ. നീലിമ, അത് തന്നെയാണ്. അതായത് ചെറിയ അളവിൽ മാത്രം കഞ്ചാവ് പിടിച്ചെടുത്തു എന്നുള്ള കാര്യം മന്ത്രി സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്ന ന്യായം എന്ന് പറയുന്നത് പ്രതിഭയുടെ മകന്റെ കയ്യിൽ നിന്നും കഞ്ചാവ് പിടിച്ചു. ശരി നിഷ, വീണ്ടും വിവാദങ്ങളിലേക്ക് മാറുകയാണ് സാംസ്കാരിക മന്ത്രി.